ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കേവർക്കും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദിതനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വിനീതമായ എൻ്റെ സ്വാഗതം. ഇന്ന് ഞായറാഴ്ച. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്നത് കെംതായ്ക്ക് ശേഷം മൂന്നാമത്തെ ഞായറാഴ്ച, അഥവാ പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം രണ്ടാമത്തെ ഞായറാഴ്ച. ഇന്ന് നാം എവൻഗേലിയോൻ മേശയിൽ വായിച്ചു കേൾക്കാൻ പോകുന്നതായ വേദഭാഗം വിശുദ്ധ മർക്കോസ് എവൻഗേലിയോസ്തയുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള ഭാഗമാണ്. ഗലീല കടൽ തീരത്ത് വെച്ച് അവൻ പുരുഷാരത്തെ ഉപദേശിക്കുന്നതായി നാം 13-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെയുള്ള ഭാഗത്ത് കാണുന്നു. അതുപോലെ അൽഫായുടെ മകനായ ലേവിയെ ശിഷ്യനാക്കുന്നതായും സൂചിപ്പിക്കുന്നു. ലേവി എന്ന് ഇവിടെ മാത്രമാണ് പറയുന്നത്. എന്നാൽ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 13 വരെയും ലൂക്കോസ് എവൻഗേലിയോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയും വായിക്കുമ്പോൾ ലേവിക്ക് പകരം മത്തായി എന്നാണ് നാം അവിടെ കാണുന്നത്. 12 അപ്പോസ്തലന്മാരുടെ പട്ടികയിൽ ലേവി എന്ന പേര് ഒരു സുവിശേഷത്തിലും കാണുന്നില്ല. മത്തായി ശ്ലീഹയുടെ മറുപേര് ആണ് ലേവി എന്നത്. 18-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെ നോക്കുമ്പോൾ കാണുന്നത് ഉപവാസത്തെ ചൊല്ലിയുള്ള തർക്കം ആണ്. മത്തായി ശ്ലീഹയുടെ രക്ഷാസുവിശേഷം 9-ാം അധ്യായം 4 മുതൽ 9-ാം അധ്യായം 4 മുതൽ 17 വരെയും ലൂക്കോസ് എവൻഗേലിയോസ്തയുടെ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 39 വരെയും നോക്കുമ്പോൾ വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉപവസിപ്പാൻ നിയമം അനുശാസിക്കുമ്പോൾ ലേവ്യ പുസ്തകം 16-ാം അധ്യായം 29 കാണുന്നതിന് പ്രകാരം പരീശന്മാർ ആഴ്ചതോറും തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ ഉപവസിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാൻ സ്നാപകനും ഈ ഉപവാസ രീതി പാലിച്ചിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് ഈ ഉപവാസം പാലിക്കുന്നില്ല എന്ന ചോദ്യം ഉയരുമ്പോൾ യേശു തൻ്റെ നിസ്തുലമായ അധികാരം സ്ഥാപിക്കുന്നതായി നാം ഇവിടെ കാണുന്നു. തൻ്റെ അന്ത്യത്തെക്കുറിച്ചും യേശു ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. യേശു ഉപദേശിച്ചു കൊണ്ടിരുന്നത് എപ്പോഴും സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ ആയിരുന്നു എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാകും. യേശുവിൻ്റെ തത്വശാസ്ത്രം എന്നത് തന്നെ ലവ് യുവർ ഗോഡ് എന്നും ലവ് യുവർ നെയ്ബേഴ്സ് ആസ് യുവർ സെൽഫ് ഓർ ആസ് യു ലവ് യുവർ സെൽഫ് എന്നതായിരുന്നു എന്നും നമുക്ക് ഏവർക്കും അറിയാം. എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് വർത്തിക്കേണ്ടത് എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ സ്നേഹിക്കണം എന്ന് ആണ്. ഈ സന്ദർഭം നമുക്ക് ഏവർക്കും അറിയാം. യഹോവ സ്വയം മോശ മുഖാന്തരം ഇസ്രായേൽ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയതാണ് നീ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടതെന്ന്. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗം നാം ഈ വേദഭാഗത്ത് കാണുവാൻ സാധിക്കും. നാം അല്പം കൂടി മുമ്പോട്ട് മാറി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 22-ാം അധ്യായം 37-ലും ഇതേ കാര്യം തന്നെ പറയുന്നതായിട്ട് നമുക്ക് ഏവർക്കും കാണുവാൻ സാധിക്കും. വിശുദ്ധ മർക്കോസ് എവൻഗേലിയോസ്തയുടെ സുവിശേഷം 12-ാം അധ്യായം 30-ഉം 31-ഉം നോക്കുമ്പോൾ അതിലും നമുക്ക് ഇതേ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ്തയുടെ സുവിശേഷം 10-ാം അധ്യായം 27 നോക്കുമ്പോഴും നമുക്ക് അവിടെയും നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. അതായത് ഈ പുതിയ നിയമത്തിൽ 3 സ്ഥലത്തും പറഞ്ഞിരിക്കുന്നത് 3 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ആണ് എന്ന് മാത്രമേ ഉള്ളൂ. നാം
ഇതൊക്കെയും കൃത്യമായി മനസ്സിലാക്കുന്നുവെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ രക്ഷിതാവിനെ നമ്മൾ സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് വർത്തിക്കേണ്ടതെന്ന് ഈ വേദഭാഗങ്ങളൊക്കെയും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചതിൽ അതിന് പ്രകാരം നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ ജീവിതം വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിച്ച് ഈ ലോക ജീവിതത്തിൽ നിന്നും നിത്യ ജീവിതത്തിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.